18 വർഷത്തെ പ്രവർത്തനങ്ങളൊന്നും നോക്കിയപ്പോൾ എല്ലാ സംഘടനകളും ശക്തമായ നിലയിലായിരിക്കുന്നു. ഒരു പെൻഷൻ സിസ്റ്റം ഉണ്ടാകുന്നു, സമയക്രമം ഉണ്ടാകുന്നു, തൊഴിലവകാശങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധമുണ്ടാകുന്നു, പരിഹാര സംവിധാനം ഉണ്ടാകുന്നു, ഫെഫ്കയ്ക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ടാകുന്നു, അതിനകത്ത് വർക്കിംഗ് സെക്രട്ടറി ആയിട്ടുള്ള സോഹന്റെ വളരെ ഗംഭീരമായിട്ടുള്ള കോർഡിനേഷൻ ഉണ്ടാകുന്നു. അപ്പോൾ സംഘടന സുശക്തമായ നിലയിലും ഘടനാപരമായും ഒക്കെ വളരെ ശക്തമായ നിലയിലാണ്. ആ സംഘടനയ്ക്ക് ഇനി പഴയതുപോലെ എന്നെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയില്ല. കാര്യം സംഘടന ഔട്ട്ഗ്രോ ചെയ്തിരിക്കുന്നു. ഒരു സ്ഥിര നേതൃത്വത്തിൽ നിന്നും സംഘടന ഒരുപാട് മുമ്പോട്ട് പോയിരിക്കുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ സമയം എന്നെനിക്ക് തോന്നി. പിന്നെ 18 വർഷത്തിൽ കൂടുതലൊന്നും ഒരാൾ ഒരു നേതൃപദവിയിൽ ഇരിക്കരുത്. 18 വർഷമൊക്കെ തന്നെ അക്രമമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഇനി ഇരിക്കരുത് എന്നൊരു തീരുമാനം എൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് സ്വകാര്യമായിട്ടുള്ള സമയം ആവശ്യമുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും എഴുതാനും യാത്ര ചെയ്യാനും കുറച്ച് അധ്യാപനമൊക്കെ നടത്താനും ഒക്കെയുള്ള ആഗ്രഹം ഉള്ളിലുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം. അപ്പോൾ സിറ്റി സാറിനോട് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു നമുക്ക് 2 പേർ കൂടി അത് പ്രസൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. വളരെ വിശദമായിട്ട് തന്നെ ഈ ഫെഫ്കയുടെ ജനറൽ കൗൺസിൽ, നിങ്ങൾക്ക് ഇവരോടെല്ലാം സംസാരിക്കാം, എല്ലാം സംഘടനാ പ്രതിനിധികളാണ്. ഓരോ സംഘടനയെ പ്രതിനിധിക്കുന്ന സെക്രട്ടറിമാരുണ്ട്, ഇതിനകത്ത് പ്രസിഡന്റ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അവർ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തു. എല്ലാവരും അവരുടെ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അവർ കണ്ടത് ഒരു തരത്തിലുള്ള മാറ്റവും അവർക്ക് ആഗ്രഹമില്ല എന്നുള്ളതാണ്. അവർ കൂടുതൽ എന്നെ ബുദ്ധിമുട്ടിക്കാതെ ജോലിയിൽ നിന്ന് കുറച്ചൊക്കെ എന്നെ മാറ്റി നിർത്തിക്കൊണ്ട് അവർ ഈ സംവിധാനമായിട്ട് മുമ്പോട്ട് പോകാം. അവർക്ക് ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ തുടരണമെന്നും പ്രസിഡന്റ് എന്ന നിലയിൽ ശ്രീ സിറ്റി മലയിൽ തുടരണമെന്നുമാണ് സംഘടനയുടെ ജനറൽ കൗൺസിൽ കണ്ടത്. ഞാൻ അവരോട് പറഞ്ഞത് പഴയ രീതിയിലുള്ള പ്രവർത്തനം എൻ്റെ കയ്യിൽ നിന്ന് വന്നില്ലെങ്കിൽ അത് നിങ്ങൾ എന്നോട് ചൂണ്ടിക്കാണിക്കണം, അപ്പം നമുക്ക് തിരുത്തലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ്. പക്ഷേ അവർ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞെങ്കിലും അവരുടെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു ഇത് തുടരണമെന്നാണ്. അല്ലേ, നിങ്ങളുടെയൊക്കെ അഭിപ്രായം അങ്ങനെ തന്നെയല്ലേ? അതാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. വളരെ വിശദമായി 2 മണിക്കൂറോളം ചർച്ച ചെയ്തു. ഇതെങ്ങനെയോ നിങ്ങൾ അറിഞ്ഞു, നിങ്ങൾ വന്നു. എന്തായാലും ഫെഫ്കയുടെ മുമ്പോട്ടുള്ള പോക്കിലും ജനറൽ സെക്രട്ടറിയായി ഞാൻ തുടരുന്നതിലും മാധ്യമങ്ങൾക്കുള്ള വളരെയധികം വലിയ താല്പര്യവും നിങ്ങൾക്ക് ഞങ്ങളോടുള്ള ഐക്യദാർഢ്യവും തിരിച്ചറിയുമ്പോൾ എനിക്ക് നിങ്ങളോട് വലിയ സന്തോഷവും സ്നേഹവും തോന്നുന്നുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു.